എപ്പോഴും ഈ ഇസ്രായേലും അമേരിക്കയും സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം ആ വാക്ക് കൊടുത്ത് കേട്ട് മടങ്ങുന്ന സമയത്ത് ആക്രമിക്കുക എന്ന രീതിയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്രമണം നടത്തുക, ആ ഒരു രീതിയിലേക്കാണ്. ഇപ്പൊ 264ഓളം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1000-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവിടുത്തെ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഈ ഒരു കരാറിൽ അതിന് ഒരു ആ കരാറ് പാലിക്കേണ്ട ഒരു ആവശ്യകത ഇനി ഞങ്ങൾക്ക് മുന്നിലില്ല. കാരണം അമേരിക്ക ഇസ്രായേൽ അത് ലംഘിച്ചു കഴിഞ്ഞു എന്നിട്ട് വ്യക്തമായി പറഞ്ഞു. ഇസ്രായേലിന്റെ സാന്നിധ്യത്തോടെ നിങ്ങളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അതിലിരട്ടിയാകും. കാരണം ഈ പറയുന്ന വെടിനിർത്തൽ കൊണ്ടുവന്നിട്ട് അതിനിടയ്ക്കുള്ള ഇസ്രായേലുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു ആക്രമണം നടത്താനാണ് നിങ്ങളുടെ പദ്ധതി, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്നത് വലിയൊരു വിപത്തായിരിക്കും എന്നാണ് അബ്ബാസ് അരാഗ്ചി പറയുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾക്കിനി മുൻപിൽ നോക്കാനില്ല. കാരണം പല പ്രാവശ്യങ്ങളായി വാക്ക് മാറുന്നു. ഞങ്ങൾക്ക് നട്ടലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ വാക്ക് മാറാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇത്രയും ആക്രമണങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ ഇനി കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല എന്നൊരു നിലപാട് ഇറാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും ഈ ഒരു നിലപാട് ഇറാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യത്വം വിചാരിച്ചല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നാളും സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കാതിരുന്നത്. വിധിയെ കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ പറയുന്ന വെടിനിർത്തലിന് ശേഷം വെടിനിർത്തൽ 20 ദിവസം ഞങ്ങൾ നിർത്തിവെക്കുക എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ പറയുന്ന ഇറാന്റെ ലബനാനിലേക്ക് വലിയൊരു ആക്രമണം നടത്തിയിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. മാത്രമല്ല ഇസ്രായേൽ നേരത്തെ തന്നെ ഇതിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു വെടിനിർത്തലിന് അങ്ങനെ വലിയ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ നേതാക്കളൊന്നും തന്നെ പറഞ്ഞില്ല. അവർക്ക് അതിൻ്റെ ആ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം 250 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1000-ലധികം വരുന്ന പേർക്ക് ഈ പറയുന്നത് പോലെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന്. അപ്പം ഈ ഒരു നീക്കം നടക്കുമ്പോൾ ഈ വെടിനിർത്തൽ ഇറാൻ ലംഘിക്കത്തില്ലേ? അത് രേഷ്മ പറയുന്നത് പോലെ ഒരു വെടിനിർത്തൽ കരാറിൽ 10 ഇന കരാറാണ്, 10 കാര്യങ്ങളാണ് അതിൽ അംഗീകരിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കരുത് എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രായേൽ അത് ആ കരാർ ലംഘിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തമാവുന്ന കാര്യമാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഉള്ള സ്ഥലമാണ് ലബനാൻ എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു ആക്രമണം നടത്തുന്നു. അത് മണിക്കൂറിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അത്രയേറെ ബോംബുകളാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സമാധാന കരാർ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം, ഈ ഒരു യുദ്ധം തുടങ്ങിയത് തന്നെ ഒരു സമാധാന ചർച്ച നടക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ എപ്പോഴും ഈ ഇസ്രായേലും അമേരിക്കയും സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം ആ വാക്ക് കൊടുത്ത് കേട്ട് മടങ്ങുന്ന സമയത്ത് ആക്രമിക്കുക എന്ന രീതിയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്രമണം നടത്തുക, ആ ഒരു രീതിയിലേക്കാണ്. ഇപ്പൊ 264ഓളം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1000-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ ലെബനൻ എന്ന് പറയുന്നത് പ്രോക്സി ഗ്രൂപ്പുകളുടെ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇറാന്റെ ഭാഗത്തു നിന്നും ഇനി ആ ഒരു കരാറിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് ഇറാൻ ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഈ ഒരു കരാറിൽ അതിന് ഒരു ആ കരാറ് പാലിക്കേണ്ട ഒരു ആവശ്യകത ഇനി ഞങ്ങൾക്ക് മുന്നിലില്ല. കാരണം അമേരിക്ക ഇസ്രായേൽ അത് ലംഘിച്ചു കഴിഞ്ഞു എന്നിട്ട് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അമേരിക്ക തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ കരാർ അനുസരിച്ച് പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ലെബനാനെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എവിടെയെല്ലാം ഉണ്ട്. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയവരെല്ലാം അങ്ങനെയാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ ഒരു നീക്കം നടത്തിയത്? ഇവിടെ ഈ അതുപോലെ തന്നെ ഈ പറയുന്ന അബ്ബാസ് അരാഗ്ചി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇതിനെ അപലപിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകി, ഒരു കടുത്ത മുന്നറിയിപ്പ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് അമേരിക്കയ്ക്കാണ് ഈ ഒരു മുന്നറിയിപ്പ്. ഇസ്രായേലാണ് ആക്രമണം നടത്തിയെങ്കിൽ അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ആക്രമണം ഇസ്രായേലിന്റെ സാന്നിധ്യത്തോടെ നിങ്ങളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അതിലിരട്ടിയാകും. കാരണം ഈ പറയുന്ന വെടിനിർത്തൽ കൊണ്ടുവന്നിട്ട് അതിനിടയ്ക്കുള്ള ഇസ്രായേലുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു ആക്രമണം നടത്താനാണ് നിങ്ങളുടെ പദ്ധതി, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്നത് വലിയൊരു വിപത്തായിരിക്കും എന്നാണ് അബ്ബാസ് അരാഗ്ചി പറയുന്നത്. അതായത് ഈ ഇറാനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മരണം എന്ന് പറയുന്നത് അവർക്ക് വീരരക്തസാക്ഷിത്വമാണ്. അതുകൊണ്ട് അവരുടെ അഭിമാനം കാത്തി സൂക്ഷിക്കാനായി അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അങ്ങനെയുള്ളവരാണ് ഇറാനികൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മരണം എന്നുള്ളത് മാറ്റിവെക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയ്ക്ക് ജീവിക്കാൻ കൊതിയുള്ളവരാണ്, സമ്പത്തിനെ പറ്റി ആകുലതയുള്ളവരാണ്. ഇതൊന്നും ഇറാന് വിഷയമല്ല.
ഇപ്പൊ ഇത്രയും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ഇത്രയധികം സാങ്കേതിക വിദ്യയിൽ വളർന്നിട്ടുണ്ട് എങ്കിൽ ഇറാന് അവർക്കുള്ള മൂലധനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ വളരണം എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു വിഭാഗമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തിരിച്ച് അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ സാമ്പത്തികം ഇപ്പൊ തന്നെ അമേരിക്ക ഏകദേശം കാലിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ വലിയ വലിയ തീവ്രമായ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നു, ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു, സാധനങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥ വരുന്നു. ഇതിനൊക്കെ പുറമെ ഹോർമൂസ് കടലിടുക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം ഇറാന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇറാന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഹോർമൂസ് തന്നെയാണ്. അപ്പൊ ഈ കരാറിന്റെ ഭാഗമായിട്ട് ഇറാൻ സമ്മതിച്ചിരുന്ന ഒരു കാര്യം ഹോർമൂസ്, ഇന്നലെ രാത്രി വരെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടത് അതാണ്. ഹോർമൂസ് 2-3 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കും, പൂർണ്ണമായും തുറക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പൂർണ്ണമായും അടച്ചു എന്നുള്ള വാർത്തയാണ്. അതായത് കരാർ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കരാറിന് ഇനി പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ ഹോർമൂസ് തുറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഹോർമൂസ് തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വാർത്തയല്ല. അതിനപ്പുറത്തേക്ക് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമുണ്ടായി അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ആയുധബലം അവർക്ക് ഇന്നുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് ഈ ആയുധം എന്നുള്ളതിനേക്കാളും ഈ ആയുധം എടുത്ത് പോരാടാനുള്ള മനുഷ്യർ അവർക്കിടയിലുണ്ട്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ രാജ്യം എന്റെ അഭിമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിലേക്ക് നിങ്ങളെ ഞാൻ ബോംബിട്ട് തകർക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിക്കാനേ സാധിക്കുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അതൊരു വീരമൃത്യുവാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇല്ലേ? കാരണം അമേരിക്കയുടെ അറിവോടുകൂടി അല്ലാതെ ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു ആക്രമണം നടത്തുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. അതെ, കാരണം ഈ പറയുന്ന നേരത്തെയും വെടിനിർത്തലിനിടയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അമേരിക്ക ഒരു 5 ദിവസത്തെയും 10 ദിവസത്തെയൊക്കെ വെടിനിർത്തൽ പറഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അപ്പോഴും ഇറാൻ ഒരു വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സമയത്തും അതേപോലെ തന്നെയാണ് ഈ ഒരു യുദ്ധം വീണ്ടും ഈ ലെബനാനിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു കരാറിന്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് ഇപ്പൊ പാകിസ്ഥാനൊക്കെ വന്ന് മധ്യസ്ഥ വഹിച്ച് ഇങ്ങനെ ഒരു വലിയ നീക്കം ഉണ്ടായിട്ടാ ഈ ലോകത്തെ മൊത്തവും ഇങ്ങനെ ഒരു പറ്റിക്കേണ്ട ആവശ്യം? അത് നമ്മള് ലോക ചരിത്രം എപ്പോഴും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ട്രംപിന്റെ മറ്റുള്ളവരെ പറ്റിക്കാൻ ഏറ്റവും വിദഗ്ധനാണ് ട്രംപ് എന്ന് പറയുന്നത്. പറ്റിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ ഒരു നാണക്കേട് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ യുദ്ധം തുടങ്ങുന്നത് പോലും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫെബ്രുവരി 28-ാം തീയതി ഈ യുദ്ധം തുടങ്ങുന്നത് ഒരു സമാധാന ചർച്ചയ്ക്കിടയിലാണ്. അതിനുശേഷം ഒരു സമാധാന ഒരാഴ്ചത്തേക്ക് ഒരു സമാധാന ഒരു കരാറുണ്ടാക്കുന്നു. ആ സമയത്ത് വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുന്നു. അപ്പോൾ അന്ന് അമേരിക്ക കൈമലർത്തുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒരു 21 ദിവസത്തെ കരാർ ഉണ്ടാക്കുന്നു. ആ സമയത്ത് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ആക്രമണത്തിന് സമാധാന കരാർ ഉണ്ടാക്കിയാൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തിരിച്ച് ആക്രമിക്കാൻ അമേരിക്ക എന്തോ ഒരു പദ്ധതിക്ക് കോപ്പുകൂട്ടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇറാൻ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കരുതിയിരുന്നോളൂ, വരുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇസ്രായേലിനെ തകർക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തല എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പറയുന്ന ആക്രമണങ്ങളും ഈ പറയുന്ന യുദ്ധങ്ങളും കൊല്ലപ്പെടുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ള സംഭവമൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഫലസ്തീൻ വിഷയങ്ങൾ കണ്ടാണ്. കണ്ണില്ലാത്ത ക്രൂരത, കുഞ്ഞു കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ കഴിയുന്ന അവരുടെ ദേഹത്തോട്ട് അത്രയും വലിയ ഒരു ആക്രമണമാണ് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നത്. അതേ ഒരു നീക്കം തന്നെയാണ് ഇന്ന് ഇറാൻ നടക്കുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്തുകൊണ്ടാണ് ഈ നേരെ തിരിച്ച് ഇസ്രായേലിലെ ജനങ്ങളെ ആക്രമിക്കാത്തത്? അല്ല, ഇതുവരെയും ഇറാന്റെ നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇറാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾക്കിനി മുൻപിൽ നോക്കാനില്ല. കാരണം പല പ്രാവശ്യങ്ങളായി വാക്ക് മാറുന്നു. ഞങ്ങൾക്ക് നട്ടലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ വാക്ക് മാറാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇത്രയും ആക്രമണങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ ഇനി കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല എന്നൊരു നിലപാട് ഇറാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും ഈ ഒരു നിലപാട് ഇറാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യത്വം വിചാരിച്ച അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നാളും സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കാതിരുന്നത്. പക്ഷെ ഇനി മാർഗമില്ല. ഈ അമേരിക്ക എന്ന് പറയുന്നത് കള്ളൻ മാത്രമല്ല, ഒരു നെറികെട്ട വ്യക്തിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ വെടിനിർത്തൽ കരാറ് ഈ പറയുന്ന പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വേർപിരിഞ്ഞു. പിന്നീട് ഈ ഇസ്രായേലിനെ വെച്ചിട്ട് എല്ലാവരും
ഉറങ്ങിക്കിടക്കുന്ന ഒരു രാത്രിയിൽ 10 മിനിറ്റിൽ 100 കണക്കിന് മിസൈലുകൾ വർഷിച്ചിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിലാണ് ഈ 250 പേര് മരണപ്പെട്ടത്. അതിൽ വളരെ ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് ഇങ്ങനെ ഒരു നെറുകെട്ട വഴിയിലൂടെ ഈ ഒരു രാജ്യം പിടിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, എന്തായാലും ആ രാജ്യം എന്തായാലും ഇവരുടെ കയ്യിൽ പോകില്ല. അല്ല, ഇപ്പൊ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വ്യക്തമായിട്ടുണ്ട് ഇറാൻ ഒരിക്കലും, അല്ലെങ്കിൽ നമുക്കൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഹമാസ് ആയിട്ടുള്ള യുദ്ധത്തിൽ പലസ്തീൻ ഗാസ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇതുപോലെ ഒരുപാട് വീമ്പുകൾ പറഞ്ഞതാണ്. പക്ഷെ ഇത്രയേറെ ശക്തരാണ് ഇസ്രായേലെങ്കിൽ എന്തുകൊണ്ട് അന്ന് അവരടിച്ചു തീർത്തില്ല? അതെ, അതിനകത്ത് ഇപ്പോഴും ബന്ദികളെ വിട്ടയക്കാൻ ഇനിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പോലും കഴിയാത്തവരാണ്. തിരിച്ച് ഇറാന്റെ അടുത്തേക്ക് വന്നു, 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയി? എന്തെങ്കിലും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇറാനെതിരെ സംസാരിക്കാനല്ലാതെ ഇറാനെതിരെ പ്രവർത്തിക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അല്ലെങ്കിൽ ലോകശക്തിയാണ് കൂടെ നിൽക്കുന്നത്, എന്തുകൊണ്ട് അടിച്ചു തീർക്കുന്നില്ല? അപ്പൊ ഈ നേതാക്കളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയാണോ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ആക്രമണം നടത്തി അവരെ വധിക്കുന്നത്? അതെ, എന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാലോ, അമേരിക്കയിലേക്കാണ് ഈ ഒരു ആക്രമണമെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരാളല്ല ട്രംപ്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു മാനസിക വ്യത ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ തിരിച്ച് ഇറാനിലേക്ക് വരുമ്പോൾ അവരുടെ ജനതയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവര് മരണം അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ഭരണാധികാരികൾ അവരുടെ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര നാളും അത് പിടിച്ചു നിന്നതും സമാധാനത്തിൽ പോട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചതും. പക്ഷെ അങ്ങനെയല്ല, തിരിച്ചുള്ള നമ്മൾ 2 വ്യക്തികൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് യാതൊരു കടപ്പാടുമില്ല, അല്ലെങ്കിൽ യാതൊരു എന്താ പറയാ, ഒരു ലോയൽ അല്ല, അത്ത രീതിയിലാണ് അവർ പെരുമാറുന്നതെങ്കിൽ, നീതിപൂർവ്വം അല്ലാത്തൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ എത്ര നാള് നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മളും വിചാരിക്കും, നീ എന്തിനാണ് നമ്മൾ ഇത്രയേറെ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചിന്തിക്കും. എന്തായാലും ഇന്ന് തൊട്ട് വളരെ നിർണായകമായിരിക്കും. കാരണം ഇസ്രായേൽ കരുതിയിരുന്നോളൂ എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന് കനത്ത നാശനഷ്ടം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇത്ര നാളെ നമ്മൾ കണ്ടത് ഇറാന്റെ ഒരു സമാധാനപരമായ യുദ്ധം മാത്രമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനി ഇറാൻ വയലന്റ് ആണ്. അതെ, ഇറാൻ വയലന്റ് മാത്രമല്ല, ഈ പറയുന്ന ഇസ്രായേൽ ജനതയും അമേരിക്കൻ ജനതയും വല്ലാതെ ഭീതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇറാന്റെ നിലപാടുകൾ മാറ്റിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വാക്ക് പാലിക്കും. ഇപ്പം നമ്മൾ വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇറാൻ ഇത്രയും മിണ്ടാതിരുന്ന, അല്ലെങ്കിൽ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് വരെ അതേ രീതിയിൽ യാതൊരു തരത്തിലുള്ള വേറെ രീതിയിലുള്ള യുദ്ധങ്ങളൊന്നും പോകാതെ നിന്നത്. പക്ഷേ എങ്കിൽ ഈ പൊടുന്നനെ ഈ വാക്ക് മാറി നെറുകേട് കാണിച്ച അമേരിക്കയും ഈ ഇസ്രായേലിനും എതിരെ ഇനി ഇറാൻ എത്രത്തോളമായിരിക്കും വരിക എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതിന് നമുക്കൊക്കെ പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ഇപ്പൊ നമ്മൾ പലപ്പോഴും ആ മിസൈൽ ഉപയോഗിച്ചു, ഈ മിസൈൽ ഉപയോഗിച്ചു, ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു, ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ശേഖരം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, കണ്ടതല്ല കാണാനുള്ളതാണ് ഇനി വലുതെന്ന് പറയുന്നത് പോലെയാണ്. ഇറാന്റെ മിസൈൽ ശേഖരം എത്രത്തോളം ഉണ്ട് അത് അവര് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ബാസ് അരാക്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിരിക്കുന്ന മിസൈലിനെ നിങ്ങൾക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേരും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആയുധങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ അത് എടുപ്പിക്കരുതെന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരൊരു ഡേർട്ടി ബോംബുകൾ എന്ന് പറയുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹിരോഷിമയിലൊക്കെ സംഭവിച്ചതിനെ അപ്പുറത്തേക്ക് നടക്കാൻ സാധ്യതയുള്ള ബോംബുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നീക്കം ഉണ്ടായേക്കാം എന്ന് ഈ അമേരിക്കയുടെ നിരീക്ഷകർ പോലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത്തരം മുന്നറിയിപ്പുകളും ഇത്രയും രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളുടെ ഈ വിശകലനങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഇസ്രയേലും അമേരിക്കയും ഇതൊന്നും വകവെക്കാതെ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇതിന്റെ ദൂഷ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എടുത്തിട്ടില്ലാത്ത ബോംബുകൾ എടുക്കുമ്പോഴാണ് ഇസ്രയേലും ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇത് വ്യക്തമായ 2015 ഈ ഒരു ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ 2018 ആ സമയത്ത് ട്രംപ് പറഞ്ഞൊരു കാര്യം, ബലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ടാക്കുന്നതിൽ നിന്നും ഇറാനെ തടയാൻ നമുക്ക് ഈ ഒരു കരാർ കൊണ്ട് സാധിക്കില്ല എന്നാണ്. അതായത് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഇറാന്റെ മിസൈൽ ശേഖരം എത്രമാത്രം തീവ്രമാണ്, എത്രമാത്രം ശക്തമാണ് എന്നുള്ള കാര്യം. ഇത് അമേരിക്കൻ ജനതയ്ക്കും അറിയാം. ഈ ഒരു യുദ്ധം തീവ്രമായാൽ, അതായത് ഇപ്പോ നെതന്യാഹുവിന് നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് പറയാം.
പക്ഷെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല. യുദ്ധത്തിനോട് അവർക്ക് ആർക്കും അനുകൂലിക്കാൻ കഴിയുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനുള്ളിലും അമേരിക്കയ്ക്കുള്ളിലും സംഭവിക്കുന്നത്. ഇനി അമേരിക്കൻ ജനത ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ ജനത ട്രംപിനോട് നിർത്തിപ്പോവാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ ഒക്കെ രീതികൾ അതിതീവ്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലിമിറ്റേഷൻ ഉള്ള ഈ ന്യൂസുകൾ പുറത്തേക്ക് വരാൻ സെൻസർ ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് ലിമിറ്റേഷൻസ് കൊടുക്കുന്നതുകൊണ്ടും അത്തരം ന്യൂസുകൾ പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജനങ്ങൾ നിസ്സഹായരാണ്, അവർക്കും പൊറുതിമുട്ടി എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ആഭ്യന്തര കലാപം ഇസ്രായേലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ളിലോ സംഭവിച്ചേക്കാം. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇസ്രായേലും അമേരിക്കയും കൊടുക്കുന്ന ഉപരോധങ്ങളും പ്രശ്നങ്ങളും ഇറാനെ ഒരുമിപ്പിക്കുകയും തീവ്രമായ നിലപാടുകളിൽ തീവ്രമാവുന്നു മാത്രമല്ല അവർക്ക് പ്രതിരോധിക്കാനുള്ള കരുത്തുകൂടി പകരാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അത്രയും ഇറാനെ സംബന്ധിച്ചല്ല, ഇസ്രായേൽ ഇറാൻ എന്ന് പറയുമ്പോൾ ഏത് നീക്കമാണെന്ന് നമുക്കറിയില്ലല്ലോ. കാരണം അത്രയും പീക്ക് ലെവലിലേക്ക് ഇവരുടെ യുദ്ധം എത്തിയിരിക്കുന്നു. അപ്പം ഇനി അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്രമേൽ പ്രഹരമായിരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുന്നത്.